ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പറമ്പ് കണ്ടോ, നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്. ഇവിടെ കുറേ ചപ്പും കാടും ചേമ്പും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് ഞാനൊരു 2 വർഷം മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നേ. അന്ന് ഞാൻ എന്തോ ചേമ്പിൻ്റെ തണ്ട് എന്തോ പറിച്ചിട്ട് അങ്ങനെ എന്തോ കറി വെക്കാൻ അങ്ങനെ എന്തൊക്കെയോ വീഡിയോ പ്ലാൻ ചെയ്തായിരുന്നു. കാരണം ഇവിടെ കണ്ടില്ലേ, നന്നായിട്ട് ചേമ്പ് സ്പ്രെഡായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചേമ്പിൻ്റെ തണ്ടിനകത്തൊക്കെ ഒത്തിരി വൈറ്റമിൻ സി, ഫൈബർ അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് എനിക്കപ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ കുറേ എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ അത് ഇടാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാമെന്ന് കരുതിയത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു പറമ്പിൻ്റെ അവസ്ഥ ഇവിടെ ഒന്നും നമ്മളിപ്പോൾ ഇല്ല സംഭവം. ഇത് കണ്ടോ, നമ്മൾ ഇപ്രാവശ്യം നടാനായിട്ടുള്ള ചേമ്പ്, ചേന, കാച്ചിൽ ഇതെല്ലാം നമ്മൾ ചാണകത്തിൽ മുക്കിയത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ തണലത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലതിനകത്തൊക്കെ മുളയുണ്ട്. അപ്പോൾ ഇത് ഇനിയും നമ്മൾ കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായി പോവും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കൊണ്ട് നടണം. ഇതെല്ലാം കുംഭത്തിലാണ് നടേണ്ടത്. നമ്മളിത് നട്ട് വന്നപ്പോഴേക്കും മീനമായിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ചേമ്പൊക്കെ കണ്ട സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഒരു മാമ വന്നിട്ട് നമുക്ക് കുഴിയെല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല കാടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തെളിച്ചിട്ടാണ് ഈ ഒരു സംഭവം. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഒന്നും നട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ കാട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ചേന നടാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മൊത്തം ചേമ്പ് മാത്രമേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേന നടുമ്പോഴേ നമ്മൾ തെക്കോട്ടോ വടക്കോട്ടോ എന്തോ ചായച്ച് വെക്കണേ. ചെറുതായിട്ട് മണ്ണിലോട്ടൊന്ന് ചായച്ചിട്ട് വേണം വെക്കാനായിട്ട്. എനിക്ക് ആ കാര്യം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചേന മുളച്ച് വരുമ്പോൾ അതിൻ്റെ ആ ഒരു മുളയ്ക്ക് വെയിലടിക്കരുത്. അതിന് വേണ്ടിയിട്ട് അത് നമ്മളിങ്ങനെ ഒന്ന് എന്താ പറയുക, മണ്ണിനോടൊന്ന് ചായച്ച് ആ ഒരു സൈഡിലായിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അങ്ങനെയാണ് ചേന നടുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കും നടുന്ന രീതി വ്യത്യാസമാണ്. നമ്മൾ വീട്ടിൽ നമ്മൾ ചാക്കിനകത്ത് ചേന നടുന്നതിൻ്റെയൊക്കെ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഏതൊക്കെ മാസത്തിലാണ് നടുന്നത്, എപ്പോഴാണത് വിളവെടുക്കുന്നത്, ഇതൊക്കെ കുറേ പേർക്കൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മളിവിടെ ഇപ്പം കാച്ചിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ നടുന്നത്. നമ്മൾ നേരത്തെ ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ ആ ഒരു വേറൊരു രീതിയിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കാമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കുഴിയിലോട്ട് അങ്ങ് നട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് ചേമ്പാണ്. അപ്പോൾ കാച്ചിൽ കുറച്ച് നട്ടു. പിന്നെ ചേമ്പ് കണ്ടില്ലേ, ഇതിവിടെ ഇരുന്നൊരു തടയായിരുന്നു. അതാണ് ഇതിനകത്ത് ചാണകവും ഒന്നും കാണാത്തത്. പിന്നെ അതിനിയും ഒരു സംശയമായിട്ട് നിങ്ങൾ അതിന് പറയരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഏകദേശം ഇവിടെ എല്ലാം നട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചേമ്പിൻ്റെ കിഴങ്ങാണ്, വിത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിത്ത് പ്രാവശ്യം നട്ട് വെക്കുകയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനകത്ത് നോക്കാം എന്തുമാത്രം ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ കണ്ട് ഏകദേശം ഇവിടെ എല്ലാം നട്ട് മണ്ണെല്ലാം ഇട്ട് മൂടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പ്രാവശ്യം നോക്കാം എന്തുമാത്രം കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പയർ ഏകദേശം ഒന്ന് പടർന്ന് വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു, ഈ ഒരു ഇത് കണ്ടോ, ഇത് ബാക്കി നടാനായിട്ടുള്ളതാണ്. ഇതും ഏകദേശം വള്ളിയെല്ലാം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതെന്നെ പ്രാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ ഞാനങ്ങ് നട്ട് വെക്കുകയാണ്. ശരിക്കും ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തും ഇത് നട്ട് വെക്കുക, ഇതെല്ലാം കൂടെ ഒരു ടൈം കുറച്ച് പോവാറുണ്ട്. അങ്ങനെ അപ്പം അതൊക്കെ കൊണ്ട് തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഇവിടെ ചീര അല്ലായിരുന്നു നടേണ്ടിയിരുന്നത്. ഇവിടെ ശരിക്കും പയറായിരുന്നു നടേണ്ടിയിരുന്നത്. അപ്പോൾ ചീര ഇപ്പോൾ ഇത്രയും ആയി വന്നിട്ടുണ്ട്. അപ്പം പയർ വളർന്നു വരുമ്പോഴേക്കും ചീര പിഴുത് മാറ്റണം. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് ചീര ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ 3 എണ്ണമൊക്കെ വെച്ചിട്ടായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വയലറ്റ് പയറാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു. അപ്പം അത്രയും ഇല്ല, എന്നാലും ഏകദേശം ഇതിൻ്റെ ഒരു അരി പോകരുതെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാകി കിളിപ്പിച്ച് എന്തായാലും നട്ട് വെക്കുകയാണ്. ചീര കണ്ടില്ല, നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചീര ഇനി കുറച്ച് കഴിയുമ്പം അതെല്ലാം മുറിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ
കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മാത്രം ഇല്ലെങ്കിലും ഞാൻ കുറച്ചൊക്കെ പയറൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്ലറി. ഇതിനകത്ത് കണ്ടോ പച്ചിലയുണ്ട്, പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട്, എന്ത് പച്ചില വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 7-8 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതെല്ലാം അവിഞ്ഞ് നല്ലൊരു സ്ലറി ആവും. അപ്പോൾ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം എല്ലാത്തിനെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ചീരയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഇതൊരു നല്ല നൈട്രജൻ കണ്ടൻ്റ് ആയിട്ടുള്ളൊരു വളമാണ്. അതുകൊണ്ട് ഇലകളൊക്കെ നന്നായിട്ട് വളരാനായിട്ടൊക്കെയുള്ള പച്ചക്കറികൾക്കൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ആ ഒരു ചീരയുടെ വളർച്ച നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ കാണിച്ചപ്പോൾ ആ ഒരു ഇതും ഇപ്പോഴത്തെ ഒരു വീഡിയോയും കൂടെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നമ്മൾ മുന്നേ ഞാനൊരു വീഡിയോയിൽ നമ്മുടെ കമ്പുകളൊക്കെ, ഈറയുടെ കമ്പൊക്കെ കുറച്ച് കോതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ പയറിന് കുത്തി കൊടുക്കുകയാണേ. നമ്മുടെ ചീര വിളവെടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനി ഒരു കുറച്ച് ദിവസം കൂടെ കഴിയണം, എന്നാലേ കുറച്ചുകൂടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വളർന്നുകൂടി വരത്തുള്ളൂ. ഇതിൻ്റെ ശിഖരമൊക്കെ പൊട്ടി നല്ല ഒരു ഇലച്ചിലായിട്ട് വരണം. പിന്നെ ഇത് ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും ഈ വഴുതന ഒന്ന് നടാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കണം, ഇതെല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഇനി നടണം. പിന്നെ ബാക്കിയുള്ള നമ്മുടെ കുറച്ച് കമ്പുകൾ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കി നട്ട പയറൊക്കെ ഇനി പടർന്നു വരുമ്പോഴേക്കും അതിന് കുത്തി കൊടുക്കണം. ഇതിനിടയിലായിട്ടൊരാളെ കണ്ടോ, ഇത് ഞാൻ കുറ്റിക്കുരുമുളക് ഉണ്ടല്ലോ, അതിങ്ങനെ എന്താ പറയുക, വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റാണ്, ഇത് റെഡിയായില്ല. അങ്ങനെ ഞാൻ നട്ട് വെച്ചതായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അതായത് നമ്മൾ ആദ്യം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു 2-3 വർഷം മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അങ്ങ് കാണുന്നത്. അതിനകത്തു നിന്നായിരുന്നു ഇങ്ങനെയൊക്കെ ഈ ഒരു ചട്ടിക്കകത്ത് നട്ടുപിടിപ്പിച്ചത്. പിന്നെ ഇതെപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മീഷോ പ്ലാൻസും അതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ അടുത്ത ഇനിയുള്ള വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും. ടാറ്റാ.